വിശ്വാസികളിൽ രണ്ട് വിഭാഗമുണ്ട്. ഒരു വിഭാഗം ദൈവത്തെ ഭയന്നുകൊണ്ട് നേരായി ജീവിക്കാൻ ശ്രമിക്കുന്നവർ. മറ്റൊരു വിഭാഗം ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നേരായി ജീവിക്കാൻ ശ്രമിക്കുന്നവർ. ഇതിലൊരു വിഭാഗം സൂഫി ചിന്താഗതി എന്ന് പറയാം. മറ്റൊരു വിഭാഗത്തെ നമുക്ക് വിശ്വാസികളെന്നും പറയാം. കാലാകാലങ്ങളായി തുടർന്നു വരുന്ന മതപണ്ഡിതന്മാരുടെ പച്ചയായ കള്ളത്തരങ്ങൾ കേട്ടുകൊണ്ട് മക്കളെ പേടിപ്പിച്ച് വളർത്തുന്ന രക്ഷിതാക്കൾക്ക് സത്യത്തെ അറിയിക്കാൻ വേണ്ടിയും വരുംകാല തലമുറകൾ ഈ പൊള്ളത്തരങ്ങളൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ പ്രഥമമായ ഉദ്ദേശം. ദൈവമെന്നത് സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ദൈവമെന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചട്ടിയിലിട്ട് വറുത്തു കോരുന്ന സൈക്കോയെ പോലെ മക്കളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ നീചമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമാകട്ടെ നിങ്ങളോട് ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അത്ര വലിയ അളവറ്റ കാരുണ്യമുള്ള നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ പറയുന്ന പേരെന്താണ്? അദ്ദേഹം നിങ്ങളെ എണ്ണയിലിട്ട് കോരി വറുത്ത് കോരി കബറിനകത്തിട്ട് ചുമ്മാ ഞെരുക്കി ഇറുക്കി നിങ്ങളെ ശ്വാസം മുട്ടിച്ച് വീണ്ടും കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സൈക്കോയാണെന്നാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? അത് തെറ്റാണ്. അങ്ങനെ പഠിപ്പിക്കരുത്. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കരുത്. ഇവിടുത്തെ ഭാവി തലമുറയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത്. ദൈവമെന്നത് സ്നേഹമാണ്. നിങ്ങളെ ചട്ടിയിലിട്ട് വറുത്ത് കോരുന്ന ഒരാളല്ല. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ വിടുന്നു. രണ്ട് രീതിയിൽ നമുക്ക് അവനെ ഉപദേശിക്കാം. സ്നേഹത്തോടെ ഉപദേശിക്കാം, എന്നാൽ നമുക്ക് പേടി കൊണ്ട് അവനെ ഉപദേശിക്കാം. എന്നാൽ പേടിയോടുകൂടി നമ്മൾ പേടിപ്പിച്ച് വളർത്തുന്ന കുട്ടികളുടെ ഭാവി നാളെ എന്താകും? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഏതൊന്നിനെയാണോ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ആ കാര്യം ചെയ്യാനുള്ള വ്യഗ്രത ആ ഒരു വ്യക്തിയിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ സ്നേഹം കൊണ്ടാണ് നിങ്ങളെ അവനെ ഉപദേശിക്കുന്നത് എങ്കിൽ, അതിലുള്ള യാഥാർത്ഥ്യത്തെ അവന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, തീർച്ചയായിട്ടും അവൻ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെന്നാൽ അറിവില്ലാത്ത കാര്യങ്ങളിൽ അത് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിവില്ലാത്ത കാര്യങ്ങളെ ചെയ്തു നോക്കാനുള്ള ഒരു വ്യഗ്രത മനുഷ്യൻ്റെ മനസ്സിലല്ല ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, മതം എന്നത് പണ്ഡിതന്മാർക്ക് വയറ് നിറയ്ക്കാൻ വേണ്ടി ഉള്ളതാണ്. ഓക്കെ, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല മതത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. മാനുഷികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം മതങ്ങൾ. ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ തുനിയുമ്പോഴെല്ലാം അവൻ ദൈവത്തിൻ്റെ സ്നേഹം, തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണോ, അതോ ദൈവം എന്നെ ശിക്ഷിക്കും അത് കാരണമായിട്ട് മാറി നിൽക്കുന്നതാണോ ഏറ്റവും സത്യസന്ധമായുള്ള സ്നേഹം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. സ്നേഹം എന്താണ് സത്യത്തിൽ? പലപ്പോഴും തൊണ്ട തൊടാതെ നാം പഠിച്ചിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ യുവന്മാർ സൃഷ്ടിച്ച കാര്യങ്ങളാണ് എന്നുള്ള സത്യത്തെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിൽക്കാലത്ത് വന്നിട്ടുള്ള പണ്ഡിതന്മാരാണ്. പിൽക്കാലത്ത് റസൂലുള്ളാഹിയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പണ്ഡിതന്മാരും നമ്മുടെയൊക്കെ വീട്ടിലിരുന്ന് മുറുക്കാനിടിച്ച് ചവയ്ക്കുന്ന ഉമ്മാമ്മമാരും ഉണ്ടാക്കിയിട്ടുള്ള ഹദീസുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. നിങ്ങളോട് ഏറ്റവും അധികം സ്നേഹമാകുന്ന ദൈവത്തെ ദൈവം ഒരു സൈക്കോയെ പോലെ ആക്കിക്കൊണ്ട്, ദൈവം ഒരു ക്രൂരനാക്കി മാറ്റിക്കൊണ്ട്, ആ ഒരു സ്നേഹത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ വരുന്ന ഭാവി തലമുറയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കേണ്ടതാണ്. സൂഫി സഞ്ചാരി എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ പലപ്പോഴും ശ്രമിച്ചത് ദൈവമാകുന്ന സ്നേഹത്തെ അറിയാൻ വേണ്ടിയാണ്, ദൈവം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതിൽ ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ചാനൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യം നമ്മളെടുത്ത് വെച്ചാലും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെയും കൂടെ നോക്കിയാണ് ആ ഒരു കാര്യത്തെ നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു നിരീക്ഷകനാണ്. ഒരു പക്ഷേ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അത്രത്തോളം തന്നെ ഞാൻ വിശ്വസിച്ച് വെക്കുകയില്ല. ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശാസ്ത്രത്തെയും ഞാൻ ദൈവത്തെയുമാണ് അന്വേഷിക്കുന്നത്. ഒരാൾ ശാസ്ത്രം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ അറിയുന്നില്ല. ഒരാൾ മതത്തെ മാത്രം പഠിച്ചാൽ അവനും ദൈവത്തെ അറിയുന്നില്ല. ഈ ലോകത്ത് ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരാൾ ഒരു നിരീക്ഷിതവാദി ആയിരിക്കും എന്നുള്ള കാര്യത്തെ നിങ്ങളാരും തള്ളിക്കളയരുത്. കാരണം അവൻ്റെ ഉള്ളിലെ ഭയം അവനെ കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിരീക്ഷണവാദത്തിലോട്ട് പോയിട്ടുള്ള ഒരാൾ തിരിച്ച് വന്നിട്ട് പറയുകയാണ്, അതൊന്നുമല്ല, ശാസ്ത്രം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൈവമുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ ശാസ്ത്രത്തെ നിങ്ങൾ ഒരിക്കലും പേടിയോടെ കാണണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രത്തെ നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നത്. ശാസ്ത്രത്തെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനൊക്കെ പിന്നിൽ ഒരാളുണ്ട്, ഇവിടെയൊക്കെ ഒരു കാരണമുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് എന്നുള്ള സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ യാതൊന്നും അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ള സത്യം, ഇവിടെ യാതൊരു അത്ഭുതവും സംഭവിക്കുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് എന്നുള്ള സത്യത്തെ ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ, ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ, ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നിങ്ങളിത് കേൾക്കുന്നതും നാം ഇവിടെ ജീവിക്കുന്നതിനും എല്ലാത്തിനും പിന്നിൽ
ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം എന്നത് എന്താണ്? തെളിവോടുകൂടി ഒരു കാര്യത്തിൻ്റെ കാരണത്തെ കാണിച്ചു തരലാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ശാസ്ത്രത്തെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശാസ്ത്രത്തിൽ നിന്നുള്ള തെളിവുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ ഇതിലൂടെയൊക്കെ എന്താണോ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും എനിക്ക് കിട്ടാത്തപ്പോഴാണ് അത് എന്നെപ്പോലെ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസയിൽ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്ന പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെ തൊടാതെ വിഴുങ്ങിയ ഒരാളല്ല ഞാൻ. അത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം എനിക്ക് പള്ളികളിൽ നിന്നോ അല്ലെ മദ്രസകളിൽ നിന്നോ കിട്ടിയിട്ടുള്ളതല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. മറ്റൊരു കാര്യം, ശാസ്ത്രത്തിൻ്റെ വിശദീകരണങ്ങളും ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തെ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ അറിവ് അവനിലേക്ക് വന്നെത്തും എന്നുള്ള കാര്യത്തെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഏതൊന്നിനെ തേടുന്നു അത് നമ്മയും തേടുന്നുണ്ട്. എൻ്റെ പ്രേക്ഷകർ ഇന്ന മതത്തിൽപ്പെട്ടവരാണോ ഇന്ന മതമാണോ അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരു സൂഫിക്ക് ഒരിക്കലും ഒരു മതം ഉണ്ടായിരിക്കില്ല. മതങ്ങൾക്ക് അപ്പുറമാണ് സൂഫിസം എന്ന സത്യം. ഈ ഒരു സത്യത്തെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. സൂഫിക്ക് ഇന്ന മതം അങ്ങനെ ഒരു മതം സൂഫി എന്ന് പറയുന്ന ഒരു രീതിയിലില്ല. ഏതൊന്നിൽ നന്മയുണ്ടോ ആ നന്മയെ സ്വീകരിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ സ്വന്തം യുക്തിയിലും സത്യത്തിലും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നൊരു ദൗത്യമാണ് സത്യത്തിൽ സൂഫി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സൂഫി യാതൊരു അറിവുകളും ആർക്കും പകർന്നു കൊടുത്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അത്യന്തം അപകടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ചെറിയൊരു വാക്ക് തന്നെ നമുക്ക് നോക്കാം. എല്ലാം പടച്ചവൻ എന്നുള്ള വാക്ക്. എല്ലാം പടച്ചവൻ എന്ന വാക്കിന് തന്നെ രണ്ട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. എല്ലാം സൃഷ്ടിച്ചവൻ എന്നൊരർത്ഥം വരുന്നുണ്ട്. എല്ലാം അള്ളാഹു ആകുന്നു എന്നൊരർത്ഥം കൂടെ വരുന്നുണ്ട്. എല്ലാം പടച്ചവൻ തന്നെയാണ് എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. എല്ലാം സൃഷ്ടിച്ചത് പടച്ചവനാണ് എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. ഇതിൻ്റെ ഏതർത്ഥത്തിലാണ് ഒരു വ്യക്തി ഉൾക്കൊള്ളുന്നത് എന്നതിലാണ് പ്രധാനമായി കാര്യമുള്ളത്. ഇത്തരത്തിലുള്ള വാക്കുകളിലെ തെറ്റിദ്ധാരണ ധാരാളമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അള്ളാഹു ആണ് എന്നൊരു മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് നിയമവിധി പ്രകാരം പുറത്തായി എന്നതാണ് അർത്ഥം. എന്നാൽ ആ മനുഷ്യൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, എല്ലാം പടച്ചവൻ എന്നാണ് വിശ്വസിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ വിജയിച്ചു എന്നതുമാണ് അർത്ഥം. ചില സൂഫികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവിലും ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിരൂപത്തെ കാണുന്നു എന്ന്. അതിൻ്റെ അർത്ഥം ഞാൻ എല്ലാ വസ്തുവിലും അള്ളാഹുവിനെ കാണുന്നു എന്നതല്ല. അതായത് തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കൽ തെറ്റാണ്. എന്നാൽ ഒരു വ്യക്തി പറയുന്നു തൂണിലും തുരുമ്പിലും എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും, എല്ലാ വസ്തുവിലും ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തെ ഞാൻ കാണുന്നു എന്നതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ പോലും ആ വാക്ക് മറ്റ് സാധാരണ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്ലാം എന്നത് സൂഫികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മതമല്ല, മറ്റ് വലിയ വലിയ ആത്മീയ തലങ്ങളിലേക്ക് പോകുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മതമല്ല. ഇസ്ലാം എന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിതമായിട്ടുള്ള ഒരു മതമാണ്. അതിലെ ആളുകളെ വിവാഹം കഴിക്കാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നിയത്തുകളൊക്കെ എടുത്തുകൊണ്ട്, കഠിനമായിട്ടുള്ള ശക്തമായ നിയത്തുകളൊക്കെ എടുത്തുകൊണ്ട് വിവാഹം കഴിക്കാതെ പോലും ദൈവവുമായിട്ട് ലയിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്കൊന്നും ക്ഷണിക്കുന്നില്ല എന്നൊരു സത്യം തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും സൂഫികളാവാൻ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന സന്യാസിമാരാവാനും പറയുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ട് അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നിരന്തരമായിട്ട് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹം ഒരു നാൾ നിങ്ങളോട് തിന്മ പ്രവർത്തിച്ചു, അത് കാരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നന്മയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് നല്ലവരുടെ കയ്യിലും ധാരാളം സമ്പത്തും സമാധാനമുണ്ട്. ഈ ലോകത്ത് മോശമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കയ്യിലും ധാരാളം സമ്പത്തും സമാധാനവും പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. അതായത് ഒരു പരീക്ഷയിൽ തുണ്ടുവെച്ച് എഴുതുന്നവനും പഠിച്ചിട്ട് എഴുതുന്നവനും ഒരുപോലെ തന്നെ മാർക്ക് വാങ്ങാനുള്ള അവസരമുണ്ട്. എന്നാൽ മോശം ആളുകൾക്ക് സമ്പത്തുണ്ടാകുകയോ സമാധാനം ഉണ്ടാകുകയോ ചെയ്യട്ടെ, അതില്ലാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ നല്ലവരായിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഇപ്രകാരമാണ്: ഞാൻ ഇത്രത്തോളം നന്മ ചെയ്തിട്ടും, ഞാൻ ഇത്രത്തോളം നല്ല രീതിയിൽ ജീവിച്ചിട്ടും എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. എന്നാൽ അവരെപ്പോഴും മോശപ്പെട്ടവരുടെ കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നു.
ഇന്നയാൾ ഇത്രത്തോളം മോശമായിട്ട് ജീവിച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണെന്നാൽ നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാവാതെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച്, തിന്മ വളരുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾ മറ്റുള്ളവരുടെ തിന്മയെക്കുറിച്ച് ചിന്തിക്കാതെ നാം ചെയ്യുന്ന നന്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ആവശ്യം വന്നപ്പോൾ നാം വിളിച്ചവർ നമ്മെ സഹായിക്കാനായിട്ട് എത്തിയിട്ടില്ല. എന്നാൽ അവർക്കൊരു ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നാം അവിടെ എത്തിയിരിക്കണം. എന്തെന്നാൽ മനുഷ്യൻ ഇരുട്ടുണ്ടാകുമ്പോഴാണ് വെളിച്ചത്തെ തേടുന്നത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യാനും പഠിപ്പിക്കുന്നു. നിന്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടം കൈ അറിയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. നിനക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും നീ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് അത് തന്നെ മതിയാകുമെന്ന് ഇസ്ലാം പറയുന്നു. ഭഗവത്ഗീതയിലും ഇതുപോലെ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും. കർമ്മങ്ങൾ ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പോലും പാടില്ല. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, ഫലം തരുന്നത് സാക്ഷാൽ ഈശ്വരനാണ് എന്ന്. യാതൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കർമ്മങ്ങളെയെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതം സന്യാസത്തിലേക്ക് വഴിമാറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ആത്മീയമായ ബന്ധം സ്ഥാപിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ നന്മയാണോ ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. സ്വന്തം കർമ്മങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് യാതൊരു നന്മയും ഉണ്ടാവുകയില്ല. അപ്പോൾ ചോദ്യം വളരെ പ്രസക്തമാണ്. ബുദ്ധൻ സ്വന്തം രാജ്യത്തെയും ഭാര്യയും ഉപേക്ഷിച്ചുകൊണ്ട് പോയത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്നത്. ബുദ്ധൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും രാജകൊട്ടാരത്തിൽ ജീവിക്കാൻ തക്കതായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ നിങ്ങളുടെ ആശ്രയത്തിൽ കഴിയുന്ന കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകൽ അത് തെറ്റ് തന്നെയാണ്. നിങ്ങളെ ഈ ലോകത്ത് ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു തണലായി ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തപസ്. നമുക്കറിയാം, ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ധാരാളം അറിവുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എന്നത്. എന്നാൽ അല്പം മാത്രം അറിവുള്ള ആളുകൾ ഇതിൽ വന്ന് ചെയ്യുന്ന കമൻറ്റുകളും നിങ്ങൾക്ക് ഓരോ വീഡിയോയിൽ നോക്കിയാലും കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അല്പം മാത്രം അറിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ അതിനെക്കുറിച്ച് യാതൊന്നും പഠിക്കാതെ തന്നെ അവർ ഇതുവരെ നിരീക്ഷിച്ചു വെച്ച അറിവുകൾ കൊണ്ട് മാത്രം അതിനെ വിലയിരുത്തുന്നതാണ്. അവർ കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല, ചോദ്യങ്ങളോ സംശയങ്ങളോ ചോദിക്കുകയാണെങ്കിലോ ചർച്ചകൾ തുടരുകയാണെങ്കിലോ എനിക്കും അവർക്കും കൂടുതൽ പഠിക്കാൻ സാധിക്കും. എന്നാൽ വിമർശനങ്ങളാവട്ടെ എപ്പോഴും അവസാനിപ്പിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലാണ്. ഇതിലെല്ലായ്പ്പോഴും ഒരു മതത്തെ മാത്രം ആസ്പദമായിട്ടുള്ള വീഡിയോകൾ മാത്രമല്ല ചെയ്യുന്നത്. ഏതൊന്നിൽ നന്മയുണ്ടോ ആ നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് ഈ ചാനലിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പണ്ഡിതന്മാരെയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേ പണ്ഡിതന്മാരിൽ ചിലർ തന്നെയാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിൽ വന്നുകൊണ്ട് പ്രവാചകൻ്റെ പേര് പോലും നേരെ പറയാൻ സാധിക്കാത്ത നിന്നെ ആരാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ മനുഷ്യന് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരു ചോദ്യമാണ് ഇത്. എന്തെന്നാൽ ഇതുവരെയുള്ള എല്ലാ സമുദായങ്ങളെയും നശിപ്പിച്ചത് ഈ ഒരു ചോദ്യം കൊണ്ടാണെന്നുള്ള സത്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചത്, യത്തീമായ ഒരാളെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഞങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കത്തില്ല. കാരണം നീ ഒരു യത്തീമായ മനുഷ്യനാണ്. ആരോരുമില്ലാത്ത അനാഥനായ ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നില്ല എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. പ്രവാചകൻ ഈസ നബിയുടെ കാര്യത്തിലും, അതായത് യേശുവിൻ്റെ കാര്യത്തിലും മറിച്ചല്ല സംഭവിച്ചത്. ധനികനായ അവരെ നയിക്കാൻ ശേഷിയുള്ള രാജകുടുംബത്തിൽ നിന്ന് ഒരാൾ അവരിലേക്ക് ജൂതന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദരിദ്രനായ ഈസ നബിയെയാണ് അവരെ നയിക്കാൻ വേണ്ടി നിയോഗിച്ചത് എന്നുള്ള സത്യത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്തെന്നാൽ അവർ സ്വയം കരുതി ഏറ്റവും വലിയ സമ്പന്നനിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജനാട്യനിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജാവിൽ നിന്ന് അവർക്ക് നേതൃത്വം നൽകാനുള്ള ആളെ ദൈവം അയക്കുമെന്ന് അവർ കരുതി. എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാവട്ടെ ഒരു ഇടയനിൽ നിന്നായിരുന്നു. അവർക്കാവട്ടെ അതൊട്ട് അംഗീകരിക്കാൻ സാധിച്ചതുമില്ല. നിങ്ങളിലേക്ക് നന്മയുടെ സന്ദേശത്തെ എത്തിച്ചു തരുന്നവർ ആര് തന്നെ ആയാലും അതിൽ നന്മയുണ്ടോ അതിനെ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. നിങ്ങളൊരിക്കലും നിങ്ങളിലേക്ക് നന്മ എത്തിച്ചു തരുന്ന വ്യക്തിയെ ഒരിക്കൽ പോലും അംഗീകരിക്കേണ്ട ആവശ്യകത ഉണ്ടാകുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ
ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കൽ ഇബ്ലീസിന് മുന്നിലും അറിവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന സന്ദർഭം വിവരിക്കുന്നുണ്ട്. ഇബ്ലീസ് ആകട്ടെ മാലാഖമാരുടെ പോലും ഗുരുനാഥനാകയാൽ അത്രത്തോളം അറിവുള്ള വ്യക്തിയാണെന്ന് നൂഹ് നബിക്ക് അറിയാമായിരുന്നു. ആകയാൽ അദ്ദേഹം ആ അറിവിന് വേണ്ടി കാതോർത്തിരുന്നു. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ നന്മ എത്തുകയാണെങ്കിൽ ആ നന്മയെ സ്വീകരിക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. മേൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നത്. യാതൊന്നും തന്നെ പകരമായിട്ട് ആഗ്രഹിക്കാതെ വീഡിയോ എത്ര ഓടുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന വീഡിയോ ഇത്ര ഓടുമെന്നോ ഇതൊന്നും നോക്കാതെയാണ് ഞാനും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. എന്നാൽ ഞാൻ ചെയ്യേണ്ട കർത്തവ്യത്തെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തുടർന്നും എൻ്റെ സമയവും സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിവിടെ ആരുടെയും ഇമാമായിട്ട് വന്നിട്ടുള്ള ഒരു ആളല്ല എന്നുള്ള സത്യം ആദ്യം തന്നെ പറയുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരാളാണ്. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സംശയങ്ങളെ നിങ്ങൾ എപ്പോഴൊക്കെ വാ പൊത്തുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ഉത്തരങ്ങൾ എനിക്ക് കിട്ടുന്ന പക്ഷം ഞാൻ അതിനെയെല്ലാം ഇതിലൂടെ നിങ്ങളിലേക്കും എത്തിക്കുകയും ഇതിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. മറ്റൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ വാക്കുകൾക്ക് വ്യക്തതയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നാവ് തിരിയുന്നില്ല എന്നൊരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതൊരു സത്യസന്ധമായ കാര്യം തന്നെയായിരുന്നു. പക്ഷേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇതുപോലെ നാവിൽ കെട്ടുള്ള മനുഷ്യനായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ ഒരു ചുവട് പോലും പിറകോട്ട് പോകാൻ അനുവദിച്ചിരുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്കായിട്ടൊരു സ്റ്റുഡിയോയോ മൈക്കോ യാതൊന്നുമില്ലാതെ ഈ ഫോൺ എൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത്. എല്ലാം ശരിയായിക്കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് സാധ്യമാകത്തില്ല. അത് ലോകാവസാനം വരെ പോയാലും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിലവിലുള്ള അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എത്തിച്ചുകൊണ്ടേയിരിക്കും. സാധിക്കുകയാണെങ്കിൽ കഴിയുന്നത്തോളം പുതുമകൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ ലക്ഷ്യമൊന്നു മാത്രം, അറിവിനെ തേടുക എന്നതാണ്. നമ്മുടെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറുന്നതായിരിക്കും. നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് യാത്ര ആരംഭിക്കാം.